നമ്മളിന്ന് വെള്ളൂർ ശ്രീ കൊടക്കത്ത് ഭഗവതി ക്ഷേത്ര റോഡിൽ നിന്നും കാങ്കോൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊടക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആ വളവാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കൊടക്കത്ത് ഭഗവതി ക്ഷേത്രം കുളം. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ വെള്ളൂർ പുഴ എന്നറിയപ്പെടുന്ന നമ്മുടെ തോടിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. വെള്ളൂർ പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയെയും കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിനെയും വേർതിരിക്കുന്ന ഒരു അതിരായിട്ടാണ് ഈ വെള്ളൂർ പുഴ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ബോർഡ് നിങ്ങൾക്ക് കാണാം. നന്ദി പോയിട്ട് വീണ്ടും വരിക എന്നുള്ള ബോർഡ്. ഇതാണ് നമ്മുടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ അതിരെന്ന് പറയപ്പെടുന്ന വെള്ളൂർ പുഴ. ഈ പുഴയിന് ശേഷം കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്താണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ബോർഡ്. ഇപ്പോൾ കടന്നു പോയതാണ് വെള്ളൂർ പുഴ. ഇപ്പോൾ നമ്മൾ കാങ്കോൾ ആലപ്പടമ്പ് പഞ്ചായത്ത് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നല്ല വിശാലമായ നെൽവയൽ ആണ് രണ്ട് സൈഡിലും ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും VPR ഓയിൽ മിൽസിൻ്റെ ഓഫീസാണ് വലത് ഭാഗത്തുള്ളത്. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന VPR ഓയിൽ മിൽസ് ഓഫീസ്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റുന്നത് 110 kV സബ്സ്റ്റേഷൻ്റെ ഓഫീസാണ് ഈ കാണുന്നത്. മുമ്പിൽ കാണുന്നത് കാങ്കോൽ 110 kV സബ്സ്റ്റേഷൻ്റെ ഓഫീസാണ്. ഈ റോഡ്